നമുക്കൊരു കഥ പറയാം. ഒരു ബാലന്റെ കഥ. പഠനത്തിലും പഠനേതര രംഗങ്ങളിലും തന്റെ സമപ്രായക്കാരെ തോൽപ്പിച്ച സൽസ്വഭാവിയും തന്റേടിയുമായിരുന്ന ഒരു ബാലന്റെ കഥ. ബാല്യത്തിന്റെ അതിരുകളില്ലാത്ത ആകാശത്ത് അവൻ പറന്നു നടന്നു. ബാല്യത്തിന്റെ മനോഹരമായ വർഷങ്ങൾ പിന്നിട്ട് കൗമാരത്തിലെത്തിയ സമയം അവൻ മിടുക്കനായി തന്നെ വാണു. മാതാപിതാക്കൾ അവനെയോർത്ത് സന്തോഷിച്ചു. അധ്യാപകർ അവനിൽ പ്രകാശമാനമായൊരു ഭാവി കണ്ടു. സഹപാഠികൾക്ക് അവനെയോർത്ത് അസൂയ തോന്നി. പക്ഷേ പതിയെയായിരുന്നു സന്തോഷങ്ങളെല്ലാം അസ്തമിച്ചു തുടങ്ങിയത്. പറന്നു നടന്ന അവന്റെ ചിറകുകൾ ആരോ അറുത്തുമാറ്റിയ പോലെ എപ്പോഴും മന്ദഹാസം തൂകിയ മുഖത്ത് വിഷാദം ഘനീഭവിച്ചു നിന്നു. പഠനത്തിൽ അവനെ ഏറെ പിറകിലാക്കി അവന്റെ സഹപാഠികൾ. ആകാശം പോലെ പ്രവിശാലമായിരുന്ന അവന്റെ ലോകം ചുരുങ്ങി വന്നു. വാതോരാതെ സംസാരിച്ചവൻ നിശബ്ദതയുടെ മൂടുപടത്തിലേക്ക് ഉൾവലിഞ്ഞു. സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാത്രമുണ്ടായിരുന്ന അവന്റെ ജീവിതത്തിലേക്ക് വിഷാദവും കൊണ്ട് ആരോ വന്നിരുന്നു. ഇപ്പോൾ 16 വയസ്സുള്ള അവനെ കൃത്യമായി പഠിച്ച മനഃശാസ്ത്ര വിദഗ്ധൻ പോലും ആ സത്യമറിഞ്ഞ് സ്തബ്ധനായി. പോണോഗ്രഫിയുടെ അടിമയായിരിക്കുന്നു അവൻ. ഈ ബാലന്റെ കഥ നമ്മുടെയും കഥയാണ്. പോണോഗ്രഫി എന്ന ഏറ്റവും പുതിയ, ഏറ്റവും മാരകവും വൃത്തികെട്ടതുമായ ലഹരിക്ക് നമ്മളും അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? നമ്മുടെ മൊബൈലിൽ, ലാപ്ടോപ്പിൽ കഴിഞ്ഞ ഒരു മാസത്തെ, വേണ്ട ഒരാഴ്ചത്തെ സെർച്ച് ഹിസ്റ്ററിയിലധികവും അശ്ലീലതയുടെ, നഗ്നതയുടെ അറപ്പുളവാക്കുന്ന പേജുകളായിരുന്നു ഇടം പിടിച്ചിരുന്നത്. സ്വകാര്യ നിമിഷങ്ങളിൽ ഇരുട്ടിന്റെ മറക്കകത്തിരുന്ന് ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനിൽ നമ്മുടെ കണ്ണുകൾ അധികവും പരതിയത് ഒരിക്കലും പരതാൻ പാടില്ലാത്തതായിരുന്നു. ആണെങ്കിൽ അത് നമ്മെ ഭയപ്പെടുത്തുക തന്നെ വേണം. അതോർത്ത് നമ്മുടെ നെഞ്ച് പിടയ്ക്കണം, കണ്ണുകൾ കരയണം, പശ്ചാത്താപം കൊണ്ട് നമ്മുടെ ഹൃദയം വിങ്ങണം. പാടില്ലാത്തത് പരതാൻ ലാപ്ടോപ്പിന്റെ കീബോർഡിൽ നമ്മൾ അമർത്തുന്ന കൈവിരലുകളെ സൃഷ്ടിച്ചതാരാണ്? അവയെ അമർത്തിയതുപോലും ആരാണ്? പരതാനുള്ള അക്ഷരങ്ങളെ നമ്മുടെ തലച്ചോറിൽ വെച്ചതാരാണ്? നമ്മെ ചിന്തിപ്പിച്ചതാരാണ്? നമ്മൾ അടക്കി പിടിച്ച ശ്വാസം ആരുടേതാണ്? നമ്മുടേതായിരുന്നു. മിടിച്ചുകൊണ്ടിരുന്ന ഹൃദയം നമ്മുടേതായിരുന്നു. ആ മിടിപ്പ് ഒരു വേള നിലച്ചിരുന്നുവെങ്കിൽ ലാപ്ടോപ്പ് തന്നെയും നമ്മുടേതായിരുന്നു. നമ്മൾ മറയാക്കിയ ഇരുട്ടിനെ പടച്ചതാരായിരുന്നു? നമ്മളായിരുന്നു. അരണ്ട വെളിച്ചത്തിൽ നാം നോക്കിയ കണ്ണുകൾ ആരുടേതായിരുന്നു? ഇയർഫോൺ തിരുകിയ ചെവികൾ രൂപപ്പെടുത്തിയത് ആരായിരുന്നു? അല്ലാഹു. അല്ലാഹു മാത്രം, ഏകനായ അല്ലാഹു മാത്രം. കൈകൾ തന്നത് അവനാണ്, കൺകൾ തന്നത് അവനാണ്, ചെവികൾ തന്നത് അവനാണ്, ഇരുട്ട് പടച്ചതവനാണ്, ചിന്തയെ പടച്ചതും അവൻ തന്നെ. ഗൂഗിൾ അവൻ തന്നത് സെർച്ച് എഞ്ചിനിൽ നന്മ സെർച്ച് ചെയ്യാനായിരുന്നു. അവൻ തന്ന അനുഗ്രഹങ്ങളെയെല്ലാം ഉപയോഗിച്ച് അവൻ ഏറ്റവും വെറുക്കുന്ന നീചമായൊരു പ്രവൃത്തിയെ നമുക്കെങ്ങനെ ചെയ്യാനൊക്കുന്നു? നമ്മൾ എത്ര ഹതഭാഗ്യർ, നമ്മളെത്ര നന്ദിയില്ലാത്തവർ, നമ്മളെത്ര വൃത്തികെട്ടവർ. നമ്മൾ ഒന്നുമില്ലാത്തവരെന്ന് സങ്കല്പിക്കുക. അവിടെ അതിദയാലുവായൊരു മനുഷ്യൻ വിശന്ന് വലയുന്ന നമുക്ക് ഭക്ഷണം തരുന്നു, വസ്ത്രം തരുന്നു, പാർപ്പിടമൊരുക്കുന്നു, എല്ലാ സുഖസൗകര്യങ്ങളും തരുന്നു. നമ്മളോ അയാളൊരുക്കിയ എല്ലാ സുഖസൗകര്യങ്ങളും ഉപയോഗിച്ച് അയാൾ ഏറ്റവും വെറുത്ത നീചമായൊരു പ്രവൃത്തി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്തതൊക്കെ പൊറുത്തു, ഇനി ചെയ്യരുതെന്ന് ആ ദയാലു പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തെ നമ്മുടെ നിലപാടിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. എത്ര ധിക്കാരികളാണ് നമ്മൾ, അല്ലേ? നമുക്ക് മാറണ്ടേ? ലോകത്ത് 75 ദശലക്ഷം പോണോഗ്രഫി അഡിക്ട്സ് ഉണ്ട്, അശ്ലീല ചിത്രങ്ങളുടെ അടിമകൾ. ഇവരിൽ 30% പേർ സ്ത്രീകളും 70% പേർ പുരുഷന്മാരുമാണ്. ഒരു സെക്കൻഡിൽ ലോകത്ത് 28,258 പേർ
അശ്ലീല ചിത്രങ്ങൾ കാണുന്നു. ഇന്റർനെറ്റിൽ നടക്കുന്ന ഡൗൺലോഡുകളിലെ 35% പോൺ വീഡിയോകളാണ്. ഒരു മാസത്തിൽ 1.5 ദശലക്ഷം പോൺ വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നു. 93.2% ആൺകുട്ടികളും 62.1% പെൺകുട്ടികളും 18 വയസ്സ് തികയും മുമ്പേ അശ്ലീല ദൃശ്യങ്ങൾ കാണുന്നവരാണ്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളിൽ ചിലത് മാത്രമാണിത്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതാണ് ചോദ്യം. 75 ദശലക്ഷം പേരിൽ നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പുനരാലോചനയുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് മാറണം. ഉശിരുള്ള തൻ്റെടികളായ ആൺകുട്ടികളായി നമുക്ക് തിരിച്ചു വരണം. കൗമാരക്കാർക്കിടയിൽ ലഹരിമരുന്നുകൾ വർദ്ധിക്കുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. 10ഉം 12ഉം പ്രായമുള്ളവർ വരെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാകുന്നു. വിദ്യയുടെ വെളിച്ചം വിതരേണ്ട, നന്മയുടെ പാഠങ്ങൾ നുകരേണ്ട നമ്മുടെ വിദ്യാലയങ്ങളിൽ ലഹരി മാഫിയകൾ ലക്ഷങ്ങളുടെ ലാഭം കൊയ്യുന്നു. എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്? പോണോഗ്രഫിയോടും ലഹരിയോടും നമുക്ക് യുദ്ധം ചെയ്യണം, അവ തോറ്റ് പിൻവാങ്ങുന്നതുവരെ. എന്തിനാണ് നമ്മൾ ജീവിതത്തിലെ മനോഹരമായ ദിനങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്? പിശാച് പരത്തുന്ന അരണ്ട വെളിച്ചത്തിൽ സ്വകാര്യതയുടെ മുഷിഞ്ഞ മൂടുപടത്തിനകത്ത് പോൺ സൈറ്റുകളിലെ അറപ്പുളവാക്കുന്ന വൃത്തികേടുകൾ കണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊല്ലണോ? നേട്ടങ്ങളുടെ ഉയർച്ചകളുടെ ആകാശത്തു പറന്നു നടക്കേണ്ടതിനു പകരം തിന്മയുടെ വെബ് പേജുകളിലേക്ക് സുന്ദരമായ ജീവിതത്തെ ചുരുക്കണോ? തിരിച്ചു നടക്കുന്നതിന് മുമ്പേ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കണ്ടേ? ഒരുപാട് മനുഷ്യർക്ക് നന്മയുടെ കരുണയുടെ കരങ്ങൾ നീട്ടണ്ടേ? വിശക്കുന്നവരെ ഭക്ഷിപ്പിക്കണ്ടേ? ദുരിതമനുഭവിക്കുന്നവരുടെ വേദനകൾ നമുക്ക് നീക്കണ്ടേ? ധിക്കാരികളോട് അല്ലാഹുവിന് കോപമാണ്. അവർക്കാണ് അവൻ നരകം തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. നരകത്തിൽ മരണമില്ലല്ലോ. എത്ര കാലം നമ്മൾ കൊടും ശിക്ഷ അനുഭവിച്ച് കഴിയും? എന്നാൽ കുറച്ചു ക്ഷമിച്ചാൽ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആറുകളൊഴുകുന്ന, സങ്കൽപ്പിക്കാൻ കഴിയുന്നതിലും അപ്പുറം സുഖങ്ങൾ നിറഞ്ഞ സ്വർഗം, അനുഗ്രഹങ്ങളുടെ പറുദീസ. ലഹരിയോടും പോണിനോടും നമുക്ക് പൂർണ്ണമായും വിട പറയാം. ജീവിതത്തെ അല്ലാഹുവും അവന്റെ തിരുദൂതരും ഇഷ്ടപ്പെട്ട രീതിയിൽ മനോഹരമായി സുന്ദരമായി ജീവിച്ചു കാണിക്കാം. നമ്മെ കണ്ട് നമ്മുടെ കൂട്ടുകാരും നന്മയുടെ വഴികൾ തിരഞ്ഞെടുക്കട്ടെ.